BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇറങ്ങി. നാളെ 2 മണി മുതൽ 3 മണി വരെ നാമനിർദ്ദേശം സമർപ്പിക്കാം. തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, അങ്ങനെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു, വിജ്ഞാപനവും ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി കൂടുതലുള്ള വിവരങ്ങൾ? BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പുണ്ടാകുമോ വോട്ടെടുപ്പുണ്ടാകുമോ എന്നുള്ള കാര്യം നാളെ അറിയാം. നാളെ രാവിലെ കോർ കമ്മിറ്റി യോഗം ചേരും. കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വം ആരെയാണ് പ്രസിഡന്റാകാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള കാര്യം കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിക്കും. അതിനുശേഷം 2 മണി മുതൽ 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുന്ന ആളെ, ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്ന ആളെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാകും. അതേസമയം അതിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അതിന് എതിർപ്പ് അറിയിച്ചുകൊണ്ടോ മറ്റാരെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ ഇലക്ഷനിലേക്ക് പോകും. ഇലക്ഷനിലേക്ക് പോയാൽ മറ്റന്നാളാണ് ഇലക്ഷൻ. മറ്റന്നാൾ 11 മണിയോടുകൂടി വോട്ടെടുപ്പും അതിനുശേഷം ഫലപ്രഖ്യാപനവും ഉണ്ടാകും. എന്നാൽ മത്സരിക്കാൻ ആളുണ്ടാകില്ല എങ്കിൽ സ്വാഭാവികമായി സംസ്ഥാന സമിതി മറ്റന്നാൾ ചേരും. അതിനനുസരിച്ച് പുതിയ പ്രസിഡന്റ് പ്രഖ്യാപനവും ഉണ്ടാകും. നാളെ 2 മണി മുതൽ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. നിലവിലെ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി നയിക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാന BJPയിലെ ഗ്രൂപ്പ് പോരിനെതിരെ RSSനടക്കം ചില എതിർപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന് അതീതനായി ഒരാൾ വരട്ടെ എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ അവിടെ ഒരുപക്ഷെ കേരളത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത് പരിചയമില്ലാത്ത, കഴിഞ്ഞ ലോക്സഭയിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരനെ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെയും MD രമേശിന്റെയും പേരുകളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും. നാളെ ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് താല്പര്യപ്പെട്ട ആളുടെ കാര്യം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അറിയിക്കും. അതിനുശേഷം മത്സരം നടക്കുമോ എന്നുള്ള കാര്യം 3 മണിയോടുകൂടി അറിയാനാകും. ക്രിസ്റ്റീന.